കൈലാസഗോപുരം. രചന മിത്രാവിന്ദ. അവതരണം സാലിം കരുളായി. പാർവതിയാണെങ്കിൽ അന്നും പതിവ് പോലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോയിരുന്നു. ജാനകേജി തിരക്കിട്ട ജോലിയിലാണ്. ചേച്ചി ഗുഡ് മോർണിംഗ്. ഒരു പുഞ്ചിരിയോട് കൂടി അവൾ അവിടെ അടുത്തേക്ക് ചെന്നു. ആ കുഞ്ഞോ? കാശിമോനെ എഴുന്നേറ്റോ? ഇല്ല ചേച്ചി. എന്തേ? അത് പിന്നെ കുഞ്ഞെ, നിങ്ങൾ രണ്ടാളും ഇവിടെ താമസം മാറുകയാണെന്ന് കേട്ടത് ശരിയാണോ? അവരാണെങ്കിൽ തിക്കും പോക്കും നോക്കിയ ശേഷം പതിയെ ചോദിച്ചു. അങ്ങനെയാണ് ചേച്ചി കാശേട്ടൻ പറയുന്നത്. സത്യം പറഞ്ഞാലേ ഞാൻ പോലും ഇന്നലെ അറിഞ്ഞത്. അത് നന്നായി എൻ്റെ കുഞ്ഞെ. നിനക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമല്ലോ. കാശിമോ തീരുമാനമെടുത്തത് നന്നായി. എന്നാലും എൻ്റെ ചേച്ചി, ഇനി ആ കുറ്റം കൂടി എൻ്റെ തലയിലാകും. അതാ സങ്കടം. അതിന് ഇനി മോളുണ്ട് ഇവിടെ നിൽക്കുന്നു. ആരെന്ത് പറഞ്ഞാലും പിന്നെ നിനക്ക് എന്താ കുട്ടി? പോയി സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. എന്നാലും വളർത്തി വലുതാക്കിയ മാതാപിതാക്കളല്ലേ ചേച്ചി? അവരൊക്കെ നിഷ്കാരണം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയാൽ ഈശ്വരൻ ക്ഷമിക്കുമോ? നിന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വിഷമിച്ചുകൊണ്ടല്ലേ കാശിമോൻ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തത്? അല്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. എല്ലാവർക്കും സന്തോഷത്തോടെ കഴിയായിരുന്നല്ലോ. ഇവിടെ സുഗന്ധി കുഞ്ഞാണെങ്കിൽ രണ്ട് മരുമകളെ ഒരേ രീതിയിൽ കണ്ടിരുന്നെങ്കിൽ യാതൊരു കുഴപ്പമില്ലായിരുന്നു. അതിന് പകരം സാരല്ല കുഞ്ഞെ, ഒക്കെ ശരിയാവും കേട്ടോ. അവളോട് പറഞ്ഞു നിർത്തിയ ശേഷം പിന്തിരിഞ്ഞ ജാനകി കാണുന്നത് താൻ ഉറ്റു നോക്കി നിൽക്കുന്ന മാളുവിന്റെ മുഖത്തേക്കായിരുന്നു. ഓഹോ, ഉപദേശം കൊടുക്കുകയായിരുന്നല്ലേ ജാനകി? അപ്പൊ നിങ്ങളിവിടെ നിയമിച്ചത് അടുക്കള ജോലി ചെയ്യാൻ വേണ്ടിയല്ലല്ലേ? മാളവിക അകത്തേക്ക് കയറി വന്നതും ജാനകി ചേച്ചി പേടിച്ച് കുരച്ചു. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? ഇല്ല കുഞ്ഞെ, അപ്പവും ഗ്രീൻ പീസ് മസാലയാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുക. അതെന്താ നിങ്ങൾ ഇത്രയും നേരമായിട്ടും ഒന്നും ഉണ്ടാക്കാതെ ഇവിടെ കുന്തം പോലെ നിൽക്കുന്നത്? ജോലി ചെയ്യാൻ വേണ്ടിയാണ് മാസം തോറും നിങ്ങൾക്ക് ശമ്പളം തരുന്നത്, അല്ലാതെ ചുമ്മാ ഇവിടെ സോറ പറഞ്ഞിരിക്കാൻ വേണ്ടിയല്ല. കേട്ടല്ലോ കുഞ്ഞെ, ഞാനിവിടെ എല്ലാ ജോലിയും കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ശമ്പളം വാങ്ങുന്നതിന് കൂറും നന്ദി ആവളുള്ളവളാ ഈ ജാനകി. ഓഹോ, എന്നെ പേടിപ്പിക്കാറായി നീ? പറയുന്നതനുസരിച്ച് കൊണ്ട് അടങ്ങി ഒതുങ്ങി നിന്നാലേ നിങ്ങൾക്ക് കൊല്ലാം. കേട്ടല്ലോ തള്ളേ? അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കേട്ടുകെട്ടിയാക്കാൻ മാളവികൾക്ക് അറിയാം. അങ്ങനെ ആരുടെയും അടിമയായിട്ടൊന്നും ഞാൻ കിടക്കില്ല കുഞ്ഞെ. വേറെ ഏതെങ്കിലും വീട്ടിൽ ജോലിക്ക് കയറിയാണെങ്കിലും ഞാൻ കഴിയും. എനിക്ക് എൻ്റെ വയറ് മാത്രം നിറച്ചാൽ മതി. മറ്റാരെയും നോക്കേണ്ട കാര്യമില്ല എനിക്ക്. കുടുംബവും കുട്ടികളും ഒന്നും ഇല്ലാത്തവളാ ജാനകി. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കും, അത്ര തന്നെ. ജാനകി ചേച്ചി അത് പറഞ്ഞപ്പോൾ മാളവികക്ക് അപമാനം തോന്നി, അതും പാറവിൻ്റെ മുന്നിൽ വെച്ച്. തള്ളേ, ഒരു കാര്യം പറഞ്ഞേക്കാം, കൂടുതൽ വർത്താനൊന്നും വേണ്ട. ഇവിടുത്തെ പണിയും ചെയ്തുകൊണ്ട് ഞങ്ങൾ അനുസരിച്ച് എവിടെയെങ്കിലും ഒതുങ്ങി കൂടിക്കോണം. അല്ലാതെ ഒരുമാതിരി വർത്താനം പറഞ്ഞ് വന്നാലുണ്ടല്ലോ വിവരം അറിയും. എൻ്റെ കുഞ്ഞെ, നീ ഒന്നില്ലെങ്കിൽ ഒരു ഡോക്ടറല്ലേ? ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മോശമല്ലേ? സമൂഹത്തിൽ നിലയും വിലയൊക്കെ ഉള്ളതല്ലേ കുഞ്ഞെ നിനക്ക്? അവർ പറഞ്ഞു മുഴുവയ്ക്കും മുന്നേ മാളവിൻ്റെ പാലങ്കായി പാവം ജാനകി ചേച്ചിയുടെ കവളിൽ ആഞ്ഞു പതിച്ചു. യോ ചേച്ചി! അവളവരെ പിടിച്ച് കസേരയിലിരുത്തി കണ്ണു നിറഞ്ഞ് ഒഴുകുകയാണ്. അപ്പോഴേക്കും ബഹളം കേട്ടുകൊണ്ട് കാശിടുന്ന് താഴേക്ക് ഇറങ്ങി വന്നു. ആ സമയത്തായിരുന്നു അമ്പലത്തിൽ പോയ അമ്മയും അച്ഛനെയും ഒക്കെ എത്തിച്ചേർന്നത്. മാളവികച്ച് എന്ത് പണിയാ ചെയ്തത്? ചേച്ചിയുടെ അമ്മയേക്കാൾ പ്രായമുള്ള സ്ത്രീയല്ലേ ഇവര്? എന്നിട്ട് ഒന്നും നോക്കാതെ ഈ പാവത്തിന്റെ കനതല്ല അടിച്ചത്. ഇതിനൊക്കെ തരം താഴ്ന്ന് പോകരുത് ചേച്ചി. അത് പറയുമ്പോൾ പാറു കിതച്ചു. എന്താ ഇവിടെ ഒരു ബഹളം? എന്നിട്ട് ജാനകേച്ചി കരയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കാശിനാഥൻ പാറുവിൻ്റെ അടുത്തേക്ക് വന്നു. സംഭവിച്ച കാര്യങ്ങൾ അത്രയും പാറു അപ്പോൾ തന്നെ കാശിനാഥനെ പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ടുകൊണ്ടാണ് അച്ഛനും അമ്മയും ഒക്കെ കയറി വന്നത്. അവരെയൊക്കെ കണ്ടത് മാളവിക അല്പം ഒന്ന് പതറി. എന്നോട് നിങ്ങൾ ദേഷ്യം ഉണ്ടെങ്കിൽ അത് ചേച്ചി പറഞ്ഞു തീർക്കേണ്ടത് എന്നോട് മാത്രമാണ്, അല്ലാതെ ഈ പാവത്തിനോടല്ല. ഒന്നുമില്ലെങ്കിലും ചേച്ചി വന്നപ്പോൾ മുതൽ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്നു എന്നുള്ള കരുണയെങ്കിലും കാട്ടിക്കൂടായിരുന്നു. പാറുവിൻ്റെ ശബ്ദം ഉയർന്നു. പാർവതി, എന്തിനാ നീ ഒച്ച വെക്കുന്നത്? മാളവികയോട് കയറുന്ന പാറുവിനെ കണ്ടതും സുഗന്ധിക്ക് ദേഷ്യായി. അമ്മേ, ഒരു തെറ്റ് ചെയ്യാതെ ഈ ജാനകി ചേച്ചിയാ ഇവർ തല്ലിയത്. അത് മാളവിന് എന്തെങ്കിലും ഒരു കയ്യബദ്ധം പറ്റിയതാണ്. അതിന് നീ ഇത്രമാത്രം ഇവിടെ കിടന്ന് ബഹളം കൂട്ടേണ്ട കാര്യമില്ല. അങ്ങനെ വെറുതെ ഒരു കയ്യബദ്ധം പറ്റിയതല്ല അമ്മേ, ഇത് ചേച്ചി മനഃപൂർവ്വം ചെയ്തതാണ്. ഈ പാവത്തിനെയാകുമ്പോൾ ചോദിക്കാനും പറയാൻ ആരുമില്ലല്ലോ. അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല പാർവതി. കാര്യമുണ്ടമ്മേ. ജാനകി ചേച്ചിക്ക് ആരില്ലെന്ന് കരുതി എന്തും പറയാന്നുള്ള തൻ്റെ അഹങ്കാരം കാരണമാണ് ഇന്ന് ഈ പ്രവൃത്തി ഇവിടെ നടന്നത്. പണത്തിന് മേലെ കിടന്നിറങ്ങുന്ന മാളവിക ചേച്ചിക്ക് ഈ പാവങ്ങളുടെ അവസ്ഥയൊന്നും അറിയില്ല. നീ ഒന്ന് നിർത്തുന്നുണ്ടോടി മര്യാദക്ക്? കുറെ നേരമായി അവളിൽ നിന്ന് ചിലക്കാൻ തുടങ്ങിയിട്ട്. അത്രക്ക് ദണ്ണാണെങ്കിൽ നീ പോകുമ്പോൾ ജാനകിയെ കൂട്ടിക്കോളൂ. മാളവികയെ രക്ഷിക്കാനുള്ള അവസാന ശ്രമം വന്നോണം സുഗന്ധിയാണെങ്കിൽ പാർവതിയെ നോക്കി ദേഷ്യപ്പെട്ടു. അതിൽ സംശയമുണ്ടോ അമ്മേ? ഞാനും കാശിൻ്റെ ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങളുടെ ഒപ്പം ജാനകി ചേച്ചി ഉണ്ടാവും. ഇവരുടെ അവസാന ശ്വാസം വരെയും കൂടെ കാണുകയും ചെയ്യും. വെറും ഒരു വേലക്കാരിയായിട്ടല്ല, എൻ്റെ അമ്മയുടെ സ്ഥാനത്ത്.
അവളത് പറഞ്ഞപ്പോൾ ജാനകി ചേച്ചി നിറമിഴിയാൽ അവളെ നോക്കി. അമ്മയും കരുതി ഇരുന്നോളൂ, അടുത്ത അടി വൈകാതെ കിട്ടുന്നത് അമ്മയ്ക്കിട്ടായിരിക്കും. അപ്പോഴമ്മ ഇതേ വാചകങ്ങൾക്ക് ഓർത്താൻ നന്ന്. സുഗന്ധിയെ ഒന്ന് ഓർമ്മിപ്പിച്ച ശേഷം ജാനകിയെ ഒന്നുകൂടി തോളിൽ തട്ടി ആശ്വസിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്നും പാറുപടിയിലേക്ക് ഇറങ്ങിപ്പോന്നു. ഇരു കൈകളും മാറിൽ പിണച്ചുകൊണ്ട് എല്ലാം കേട്ടു നിൽക്കുന്ന കാശിയെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. റൂമിൽ തിരികെ എത്തിയ ശേഷം അല്പനിമിഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു പാർവതി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് താനിങ്ങനെ പെരുമാറുന്നത്, അതും ഇത്രമാത്രം ദേഷ്യത്തിൽ. അത് ജാനകി ചേച്ചി അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമാണ്. ഒന്നും വേണ്ട, അവരുടെ പ്രായത്തെങ്കിലും വേണ്ടതെന്ന് ഓർക്കേണ്ടതായിരുന്നു. പാവം ജാനകി ചേച്ചിയുടെ നിറഞ്ഞ മെഴുകൾ ഓർക്കും തോറും അവൾക്ക് സങ്കടം തോന്നി. എത്ര കാലമായിട്ട് ഈ വീട്ടിലുള്ളവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കുന്നതാണ്. എന്നിട്ട് അമ്മയുടെ പോലും സംസാരം കേട്ടില്ലേ. എല്ലാവരുടെയും മുന്നിൽ നിസ്സയായി നിൽക്കാൻ മാത്രം ആ പാവം ജാനകി ചേച്ചിക്ക് കഴിഞ്ഞുള്ളൂ. ജനാലയുടെ കമ്പിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് പാറു. ഇടകൊക്കെ അവളുടെ നെറ്റി ചുരുങ്ങുകയും നിവരുകയും ചെയ്യുന്നുണ്ട്. കാശി അവളുടെ അടുത്തേക്ക് കയറി വന്നു. പാർവതി. അവൻ്റെ വിളിയൊച്ച കേട്ടതും പാറു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഓഫീസിൽ പോകണ്ടോ, വേഗം റെഡിയാവാൻ നോക്ക്, നേരെ 8 മണി കഴിഞ്ഞു എന്ന് പറഞ്ഞതും അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിൽക്കുകയാണ് പാറു. ആ നോട്ടത്തിൽ വ്യക്തമായിരുന്നു അവളുടെ ആത്മസംഘർഷം എത്രത്തോളം ഉണ്ടെന്ന്. എന്ത് പറ്റി പാറു, എന്നൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഒന്നുമില്ല കാശേട്ടാ, ഞാൻ വെറുതെ. എങ്കിൽ പോയി റെഡിയായി വാടൂ. ഓഫീസിൽ നിന്നെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോകാൻ. ഇന്ന് വൈകിട്ട് അവിടെ വെച്ച് ലക്ഷ്മി പൂജ ചെയ്യണം എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാളെ വെളുപ്പിനെ ഗണപതി ഹോമവും. ഞാനിപ്പോൾ തന്നെ റെഡിയാവാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ പാറുവിൻ്റെ കൈത്തണ്ടയിൽ കാശ് കയറി പിടിച്ചു. എൻ്റെ അവളെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി ആ മുഖം കൈക്കുമ്പോഴെടുത്ത ശേഷം ഇരുമിഴികളിലേക്കും മാറി മാറി ഓരോ മുത്തം നൽകി. ഇങ്ങനെ ആവണം എൻ്റെ പാറുവിനെന്നും. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടടാ. അവളെ അല്പം കൂടി ചേർത്തുകൊണ്ട് കാശി പുഞ്ചരിച്ചു. അപ്പം ആദ്യം പഠിപ്പിച്ചെന്ന വിഷയത്തിൽ ഫുൾ മാർക്ക് കിട്ടിയല്ലോ പാറുട്ട. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല കേട്ടോ. നീയേ ആളും മിടുക്കി കുട്ടിയാ. തൻ്റെ വിടികളിൽ ഉറ്റു നോക്കിക്കൊണ്ട് നിൽക്കുന്നവളെ കാണുന്നോറും കാശിക്ക് തൻ്റെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലായി തുടങ്ങി. സിരകളിലൊക്കെ ചൂട് പിടിക്കും പോലെ നെഞ്ചിടിപ്പിന് പതിവിലും വേഗം ശരീരം എന്തിനൊക്കെയോ തയ്യാറെടുക്കുകയാണ്. ഓരോ നിമിഷവും അവൾ ആഞ്ഞു പുലുകിക്കൊണ്ട് മെല്ലെ മെല്ലെ അവളിലേക്ക് ആഴത്തിലിറങ്ങി അവളുടെ രക്തത്തിൽ അലിയാൻ തൻ്റെ മനസ്സ് കെഞ്ചുകയാണെന്ന് അവന് തോന്നിപ്പോയി. അവളുടെ ആദരം അതാണ് അവനെ കൂടുതൽ ഉന്മാദത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നുണഞ്ഞു കാർന്നെടുത്തുകൊണ്ട് പെണ്ണിനെ ശ്വാസം മുട്ടിക്കാൻ വല്ലാത്ത പമ്പിൽ പോലെ. കാശിയുടെ മുഖം തന്നിലേക്ക് അടുത്തപ്പോൾ പാറുവിൻ്റെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നിപ്പോയിരുന്നു. അവൻ്റെ ശ്വാസനിശ്വാസങ്ങൾക്ക് അവൾ തട്ടിയപ്പോൾ പെണ്ണിൻ്റെ മിഴികൾ പിടയാൻ തുടങ്ങി. കാശിയുടെ താടിയിലെ കുറ്റിരോമങ്ങൾ വന്ന് അവളുടെ തുടുത്ത കവളിനെ കിളിക്കൂട്ടി. അവൻ്റെ ഇരു കൈകളും അവളിലൊരു കവചം തീർത്തുകൊണ്ട് വലിഞ്ഞു മുറുക്കിയപ്പോൾ പെണ്ണിൻ്റെ ഉടൽ വല്ലാണ്ട് വിറകൊണ്ടുപോയി. കാറ്റ് പോലും കടക്കാത്ത അത്രയും അടുത്തേക്ക് അവളെയും ഉണർന്നുകൊണ്ട് അവൻ നിന്നു. ഇടയ്ക്കൊക്കെ അടർന്നു മാറാൻ ശ്രമിച്ച പാറുവിനെ വീണ്ടും വീണ്ടും ചേർത്തപ്പോൾ അവളുടെ മൃദുലത പോലും അവനിലേക്ക് ഞെരുങ്ങി അമർന്നതും പെണ്ണെന്ന് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. അതിന് മറുപടിയായി അവളുടെ കവിൾത്തടത്തിൽ ഒന്ന് കടിച്ചുകൊണ്ട് നാവ് കൊണ്ട് ഒഴിഞ്ഞു വിട്ടിരുന്നു കാശിയപ്പോൾ. ആ സമയത്ത് പാറു ഞെട്ടിയതായി അവന് തോന്നി. ഇപ്പുറത്തെ കവിളിലും അതേ പ്രവൃത്തി തുടർന്നപ്പോൾ അവൾ കാറ്റ് പോലെ അവനിലേക്ക് ചേക്കേറി. മൂക്കുകൊണ്ട് അവളുടെ കവിളിൽ മെല്ലെ ഉരസിയ ശേഷം ആ ആദരത്തിലേക്ക് അവൻ്റെ അതിരവും നീണ്ടു ചെന്നു. തമ്മിലൊന്നുരസിയതും ഇരു ഹൃദയവും വേലിയേറ്റത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേർന്നു. എന്നിട്ടും അവൻ അനുവാദത്തിനായി അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ മുഖത്തെ പുഞ്ചിരി നൽകിയ അനുവാദം അവരിൽ നിന്നും ഒളിക്കുവാൻ പാടുപെടുകയായിരുന്നു പാറു. അത്രമേൽ ആർദ്രമായി പ്രണയത്തോടു കൂടി അത് പതുക്കെ പതുക്കെ നുളിയുവാൻ തുടങ്ങിയതും അവളുടെ മിഴികൾ പിടഞ്ഞുകൊണ്ട് കൂമ്പി അടയുന്നത് അവൻ കണ്ടു. മാറി മാറി അവളുടെ തേൻ നുകർന്നപ്പോൾ പെണ്ണെന്ന് ഉയർന്നു പൊങ്ങി. ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്ന് തോന്നിയെങ്കിലും അവനെ തന്നിൽ നിന്ന് മോചിപ്പിക്കാതെ ഇറുകെ പുറന്നു നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ ഉള്ളിൽ പുഞ്ചിരി തത്തി കളിച്ചു. നിമിഷങ്ങൾ പിന്നിട്ടുകൊണ്ടേയിരുന്നു. അവൻ്റെ ഉമിനീരിൽ പെണ്ണ് വീണ്ടും പൂത്ത് തളിർക്കുകയാണ്. ആദ്യ ചുംബനം അത്രമേൽ ആഴത്തിൽ അവൾക്ക് നൽകിക്കൊണ്ട് കാശിയാകുന്നു. പെണ്ണിന് ചുവന്നു തൊടുത്ത മുഖവും മധുരവും വീണ്ടും വീണ്ടും നോക്കിപ്പോയിരുന്നവൻ നാണത്തോടെ മുഖം കുനിച്ചവളുടെ താഴ്ത്തുമ്പ് ഉയർത്തിയപ്പോൾ പെണ്ണ് പത്തരമാറ്റി ശോഭയായിരുന്നു. ഇനിയും വേണം. അവളുടെ കാതിലൊന്ന് കടിച്ചുകൊണ്ട് നുണഞ്ഞതും പാറുവിനെ തള്ളി മാറ്റിയിട്ട് ഓടിക്കളഞ്ഞു. ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടിക്കയറിയ ശേഷം അവൾ തൻ്റെ പ്രതിബിംബത്തിലേക്കൊന്ന് നോക്കി. അവൻ നൽകിയ ആദ്യ ചുംബനം മനതാരിൽ 1000 വർണ്ണങ്ങൾ വാരി വിതറിക്കൊണ്ട് എത്ര പെട്ടെന്നാണ് കാശിയുടെ തന്നിലേക്ക് ചേക്കേറിയത്. പാറു, വേഗം കേട്ടോ, നേരെ പോകുന്നു. കാശിയുടെ ശബ്ദം. എന്നാൽ ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു. ഇതാണെങ്കിൽ താൻ ഒട്ടും പ്രിപ്പയർഡ് പോലും അല്ലാതെ നേരത്തെ. ചെക്കൻ്റെ ഒരു അടിയുടെ കുറവുണ്ട്. മുഖം കഴുകി ഫ്രഷായി വന്ന ശേഷം ഇളം റോസ് നിറമുള്ളൊരു ചുരിദാർ എടുത്തണിഞ്ഞു. ചെറിയ രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് റൂമിലേക്ക് വന്നപ്പോൾ കള്ളച്ചിരിയും ചിരിച്ചുകൊണ്ട് തന്നെ നോക്കി കണ്ണിറക്കുന്ന കാശിയെ കണ്ടതും അവൾ ചുണ്ടൊന്ന് കൂർപ്പിച്ച് കാണിച്ചു. പാറു, എനിക്കൊരു സംശയം കേട്ടോ. എന്തേട്ടാ? അവളുടെ നെറ്റി ചുളിക്കും. നീ ഈ കാലത്തെ കൽക്കണ്ടം വല്ലതും കഴിച്ചിരുന്നു?
ഞാനോ? ഇല്ലല്ലോ കാശേട്ടാ, എന്തപ്പോ ഇങ്ങനെ ചോദ്യം? കാൽക്കണ പോലെ മധുരമുള്ളതെന്തോ നാവിലൊഴിയുന്നു. അവൻ ആലോചനയോട് കൂടി പറഞ്ഞു. അതെ, പോയി നല്ല വൃത്തിയായിട്ട് വായും മുഖം ഫ്രഷ് ചെയ്താൽ മതി. അപ്പോഴേക്കും ഈ മധുരെല്ലാം അങ്ങോട്ട് പൊക്കോളും കേട്ടോ. പാറവനെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു. അതിന് സംശയമാണ് പാറൂട്ടാ. കാരണം കൂടുതൽ മധുരവും തേനും നുകരാൻ വെയിറ്റ് ചെയ്ത് നിന്നോട് ഇതുപോലുള്ള അറം വർത്താനം പറയരുതേ. ഇപ്പം തന്നെ കൺട്രോൾ മുഴുവനും പോയി കിടക്കുക. തിരിച്ചതേ ഗൗരവത്തിൽ തന്നെ അവനും പറഞ്ഞു. ഉള്ളിലെ കള്ളച്ചിരി അടക്കി പിടിച്ചുകൊണ്ട് പാറപ്പോഴേക്കും വെളിയിലേക്ക് ഇറങ്ങിപ്പോയിരുന്നു. തൊട്ടു പിന്നാലെ കാശിയും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി പതിവ് പോലെ അന്ന് എല്ലാവരും ഒന്നിച്ചു കൂടിയില്ല. അച്ഛൻ മാത്രം വന്നിരിപ്പുണ്ട്. ഏട്ടനെവിടെ? ബാക്കിയെല്ലാം കഴിച്ചു കഴിഞ്ഞു. കസേര പിന്നിലേക്ക് വലിച്ചുകൊണ്ട് കാശി അച്ഛനെ നോക്കി. അവരിത് നേരത്തെ തന്നെ ഹോസ്റ്റലിലേക്ക് പോയി മോനെ. എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന്. ബാക്കി ആരുടെയും കാര്യങ്ങൾ എനിക്കറിയില്ല. അച്ഛന് ലേശം വിഷമൊക്കെ ഉണ്ടെന്ന് കാശിക്കറിയാം. 2 ദിവസം കൊണ്ട് ഓക്കെ ആയിക്കോളും. കാരണം തങ്ങൾ ഇവിടുന്ന് പോകല്ലേ. പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് അവർ മൂവരും ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി. അച്ഛനാണെങ്കിൽ റൂമിലേക്ക് കയറി പോകുന്നതും അമ്മയോട് എന്തൊക്കെയോ സംസാരിക്കുന്നതൊക്കെ കാശി കേട്ടിരുന്നു. പാറുവാണെങ്കിൽ അടുക്കളയിൽ ചെന്ന ശേഷം ജാനകി ചേച്ചിയോട് എന്തൊക്കെയോ പറഞ്ഞു. അവരൊന്നുകൂടി ആശ്വസിച്ച ശേഷം അവളും പുറത്തേക്ക് ഇറങ്ങി വന്നു. ഓഫീസിലേക്കുള്ള യാത്രയിൽ അച്ഛനാകെ മൗനമായിരുന്നു. അമ്മ ശരിക്കും അച്ഛനെ എന്തൊക്കെയോ പറഞ്ഞ് വിഷമിച്ചിട്ടുണ്ടെന്നുള്ളത് അവന് വ്യക്തമായി. ഇപ്പോൾ അതേക്കുറിച്ചൊന്നും അച്ഛനോട് സംസാരിക്കുന്നില്ല. ഓഫീസിൽ ചെല്ലട്ടെ എന്ന് അവന് കരുതി.